തമിഴ്നാട്ടിൽ DMK ആട്ടിപ്പായച്ചൊരു സമീപനം അല്ലെങ്കിൽ അവരെ മാറ്റിയൊരു സമീപനം ശരിയല്ല എന്നുള്ളൊരു അഭിപ്രായം പൊതുവെ അവിടെ ഉയർന്നു. അവരെ ചേർത്ത് നിർത്തിക്കൊണ്ട് തന്നെ മുമ്പോട്ട് പോകണമെന്ന് പറഞ്ഞു. അവസാനം ഈ യോഗത്തിൻ്റെ അവസാനം രാഹുൽ ഗാന്ധി നടത്തിയ പ്രതിപാദനങ്ങളൊക്കെ വളരെ സ്വാഗതാർഹമായ പ്രതിപാദനങ്ങളാണ്. അദ്ദേഹം തൻ്റെ പ്രതികരണം ആരംഭിച്ചത് തന്നെ എല്ലാ വിമർശനങ്ങളെയും ഞാൻ ഉൾക്കൊള്ളുന്നു, ഒരു പുഞ്ചിരിയോടെ സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം തുടങ്ങിയത്. മാത്രമല്ല, ഇനി എങ്ങനെ നമുക്ക് മുമ്പോട്ട് പോകാം, അത് വളരെ സർഗാത്മകമായിട്ടുള്ള ഒരു സമീപനം ഇന്ത്യ മുന്നണിക്ക് ഉണ്ടാകണമെന്നുള്ള ഒരഭിപ്രായം പൊതുവെ ഉരുത്തിരിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് 5 പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഇന്ന് യോഗം കൈക്കൊണ്ടത്. തുടർച്ചയായി ഇനി പാർലമെൻറ്റിനുള്ളിലും പുറത്തും ഇന്ത്യ അലയൻസിൻ്റെ യോഗങ്ങൾ നടക്കണമെന്നുള്ള അഭിപ്രായം വന്നു. അടുത്ത യോഗം ഹൈദരാബാദിൽ, അത് കഴിഞ്ഞ് മറ്റ് നഗരങ്ങളിലൊക്കെ കേന്ദ്രീകരിച്ച് നടക്കണം. ഏറ്റവും പ്രധാനപ്പെട്ടൊരു ആവശ്യമായിട്ട് ഏവരും ഉന്നയിച്ചത് ഇനി സടക്കിലായിരിക്കണം, തെരുവിലായിരിക്കണം പ്രക്ഷോഭം. ഈ രാജ്യം വലിയ അപകടത്തിലാണ്. അതുകൊണ്ട് BJP RSSനെയും പ്രതിരോധിക്കാൻ വേണ്ടി ഇന്ത്യ സഖ്യം സംയുക്തമായിട്ട് തെരുവിലിറങ്ങി പൊരുതണമെന്നുള്ളൊരു അഭിപ്രായത്തിന് മുൻതൂക്കം ലഭിച്ചിട്ടുണ്ട്. ഇപ്പം ഉദ്ധവ് താക്കറെ പോലുള്ള നേതാവ് പറഞ്ഞ് നമ്മൾ വല്ലപ്പോഴും ഒരു യോഗം ചേർന്നാൽ പോരാ, നിരന്തരമായിരിക്കണം ഇന്ത്യ ബ്ലോക്കിൻ്റെ പ്രവർത്തനമെന്ന് പറയും. മാത്രമല്ല, ഇന്ത്യ ബ്ലോക്ക് രൂപീകരിച്ചിട്ട് 3 വർഷം പൂർത്തിയാകുന്നൊരു സമയമാണ്. അപ്പോൾ ഒരു ആത്മപരിശോധന നടത്തി മുമ്പോട്ട് കുതിക്കണം. അതല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളും റാഞ്ചപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തുമെന്നുള്ള ഒരു തീരുമാനം വന്നു. ഒറ്റ കാര്യം, ഈ മമതാ ബാനർജിയുടെ വിഷയം വളരെ പ്രധാനമായിട്ട് എല്ലാ നേതാക്കളും പറഞ്ഞെങ്കിലും ആ 5 തീരുമാനങ്ങളിൽ അവിടുത്തെ അങ്ങനത്തെ ഒരു സാഹചര്യത്തെ കുറിച്ച് പറഞ്ഞു കാണുന്നില്ല. അല്ല, മമതാ ബാനർജിയുടെ തീരുമാനം, മമതാ ബാനർജി അവരെ അഭിമുഖീകരിക്കുന്ന പ്രതിസന്ധികളെ കുറിച്ചവിടെ കൃത്യമായിട്ട് വിശദീകരിച്ചു. സ്വാഭാവികമായിട്ടും എല്ലാവരും അപ്രീഷിയേറ്റ് ചെയ്തു. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സംസ്കാരം BJP കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് ഭരണപക്ഷം മാത്രമായാൽ പോരാ, പ്രതിപക്ഷവും കൂടി അവർക്ക് വേണം. ഏതൊരു പ്രതിപക്ഷ കക്ഷിയും ഭിന്നിപ്പിക്കാനും വിലക്കെടുക്കാനുമുള്ള ഒരു സാഹചര്യം സംജാതമാകുന്ന ഒരു രാഷ്ട്രീയ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പം പശ്ചിമ ബംഗാളിൽ ഞങ്ങൾ അവരും തമ്മിൽ പോരടിക്കുന്ന ആൾക്കാരാണ്. അത് രാഹുൽ ഗാന്ധി തുറന്ന് പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വേണമെങ്കിൽ തൃണമൂൽ കോൺഗ്രസും എല്ലാവരും കൊണ്ട് നിന്നിരുന്നെങ്കിൽ വേണം BJPയെ തോൽപ്പിക്കാമായിരുന്നില്ലേ എന്ന് രാഹുൽ ഗാന്ധി ആ യോഗത്തിൽ പറയുകയും ചെയ്തിരുന്നു. പക്ഷേ സാഹചര്യം അതായിരുന്നില്ല. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ രാജ്യത്തെയും സ്ഥാപനങ്ങളെയും രക്ഷപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഓരോ രാഷ്ട്രീയ പാർട്ടി, പ്രത്യേകിച്ച് അഖിലേഷും തേജസ്വിയൊക്കെ ഊന്നിയൊരു കാര്യമുണ്ട്, ഓരോ സംസ്ഥാനത്തും പ്രാമുഖ്യമുള്ള പ്രാദേശിക കക്ഷികളുടെ നേതൃത്വം കോൺഗ്രസും അംഗീകരിച്ച് മുമ്പോട്ട് പോകണം. ബീഹാറിൽ രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിനുണ്ടായ ദുരനുഭവം, കഴിഞ്ഞ ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ദുരനുഭവം അദ്ദേഹം അവിടെ വിശദീകരിച്ചു. 10-15 മണ്ഡലങ്ങളിൽ ഇന്ത്യ സഖ്യ കക്ഷികൾ തമ്മിൽ പോരടിക്കുന്നൊരു സിറ്റുവേഷൻ ഉണ്ടായി. രാജ്യസഭ ഇലക്ഷൻ വന്ന സമയത്ത് ഒരു സീറ്റ് ഉറപ്പിച്ച് കിട്ടുന്ന സാഹചര്യം ഉണ്ടായിട്ട് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളോടൊക്കെ ഞാൻ വിളിച്ച് കാണുകയാണ് അപേക്ഷിച്ചിട്ടും ഒരു തരത്തിലുള്ള ഇടപെടൽ ഉണ്ടാകില്ല എന്നും അദ്ദേഹം അവിടെ പറഞ്ഞു. അപ്പോൾ പൊതുവേ എല്ലാവരും മനസ്സ് തുറന്നു. യഥാർത്ഥത്തിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇന്നത്തെ മീറ്റിംഗ് വളരെ ആരോഗ്യകരമായിരിക്കും. അല്ല, സാധാരണ ഇതിൽ സംസാരിക്കുന്ന പോലെ ഞാൻ മമതാ ബാനർജിയെ കണ്ടു തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു 10-30 വർഷമായി, 35 വർഷമായി. അന്ന് മുതൽ സംസാരിക്കുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിൽ പ്രത്യേകിച്ചൊരു വ്യത്യാസം എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. പക്ഷേ ഒരു അർജൻസി ഉണ്ട്, എല്ലാവരും ഒരുമിച്ച് നിൽക്കണം. അതായത് തൻ്റെ പാർട്ടിക്ക് ഉണ്ടായിട്ടുള്ള ആ ഒരു പ്രതിസന്ധിയെ പ്രതിരോധിക്കാൻ വേണ്ടി എല്ലാവരും ഉണ്ടാകണമെന്നുള്ള. അല്ല, നമുക്ക് ഇന്നത്തെ മീറ്റിങ്ങിൻ്റെ ഒരു അന്തരീക്ഷത്തിൽ നല്ല രൂപത്തിലാണ് മീറ്റിംഗ് അവസാനിച്ചത്. എന്താ കാരണം എന്ന് വെച്ചാൽ